ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് ഡി ധനസുമോദിന് ഡൽഹിയിൽ നിന്ന് ആവശ്യമുണ്ട്. അല്പസമയത്തിനകം ബജറ്റ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ബജറ്റിൻ്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് ഇപ്പോൾ ക്യാബിനറ്റ് അംഗീകരിച്ചിരിക്കുന്നു. അവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി. അതുപോലുള്ള ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബജറ്റ് 11 മണിക്ക് അവതരിപ്പിക്കുകയാണ്. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, എന്തൊക്കെയാണ് ഈ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി എന്തൊക്കെ സംഗതികൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നതിൻ്റെ എന്തൊക്കെ വിവരങ്ങൾ നൽകാനുണ്ട്? ദിഷാദ്, ബജറ്റ് അവതരണത്തിന് മുമ്പ് ആദ്യം തന്നെ ഈ രാഷ്ട്രപതിയിൽ നിന്നും ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഒരു അനുമതി വാങ്ങുകയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് രാവിലെ തന്നെ രാഷ്ട്രപതി ഭവനിലെത്തുകയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും അവരെ സന്ദർശിച്ച് അനുമതി വാങ്ങിയതിനു ശേഷമാണ് അവർ ഇതിനുശേഷം ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പ്രധാന പോയിന്റുകൾ വായിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പാർലമെന്റിൽ ബജറ്റ് അവതരണം ആരംഭിക്കുന്നത്. 11 മണി കഴിയുമ്പോൾ തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും. ഈ ബജറ്റിന്റെ ആധാരം എന്ന് പറയുന്നത് തന്നെ സഭയിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയാണ്. ഈ സാമ്പത്തിക സർവേയിൽ 2024-25 വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്നത് 6.5 മുതൽ 7% വരെ വളർച്ചയാണ്. കഴിഞ്ഞ 3 പാദങ്ങളിൽ തന്നെ 8% മുകളിലാണ് വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ സാമ്പത്തിക സർവേ കണക്കുകൾ എല്ലാം ഒരു പെരുപ്പിച്ച് കാണിച്ചതാണെന്നും ഈ സാമ്പത്തിക സർവേയിൽ പറയുന്നത് പോലെ തന്നെ ഈ തരത്തിലുള്ള ഒരു തൊഴിലില്ലായ്മ കുറഞ്ഞു എന്നുള്ള ഈ കണക്കുകൾ തെറ്റാണ് എന്നുള്ള ഒരു വിഭാഗം വളരെ ശക്തമായി വാദിക്കുമ്പോൾ തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. 7ാമത്തെ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. സി.ഡി. ദേശ്മുഖ് മാത്രമാണ് നേരത്തെ ഇതിനു മുമ്പ് ഇടക്കാല ബജറ്റ് അടക്കം 7 ബജറ്റുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. 2019 മുതൽ തുടർച്ചയായിട്ടുള്ള നിർമ്മലാ സീതാരാമന്റെ ബജറ്റാണ്. നേരത്തെ ഇതിന്റെ ദേശീയ ആസ്തികൾ വിറ്റുകൊണ്ടുള്ള ഒരു പണസമ്പാദനം, അങ്ങനെ ഒരു വികസന പദ്ധതി എന്ന രീതിയിലാണ് കാര്യങ്ങൾ ആവിഷ്കരിച്ചിരുന്നത്. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണയും അവർ ചൂണ്ടിക്കാട്ടുന്നത്, ഈ സാമ്പത്തിക സർവേയിലും ചൂണ്ടിക്കാട്ടുന്നത്. അതനുസരിച്ച് ദേശീയപാതയുടെ പോലും ഒരു 33 ആസ്തികൾ വിറ്റുകൊണ്ടുള്ള ഒരു ധനസമാഹരണം ഉൾപ്പെടെയാണ് ലക്ഷ്യമിടുന്നത്. ഏതായാലും കേരളം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ബജറ്റ് കാത്തിരിക്കുന്നത്. കാരണം 22 സംസ്ഥാനങ്ങൾക്ക് ഇതിനകം തന്നെ എയിംസ് അനുവദിച്ചെങ്കിലും കേരളത്തിന് അനുവദിച്ചിരുന്നില്ല. ഈ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, കേരളത്തിന്റെ മറ്റു വികസന സാധ്യതകളിലേക്ക് വിഴിഞ്ഞം, വയനാട്ടിലെ തുരങ്കപാത ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളിലേക്ക് സഹായമാകുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു പണം നീക്കിവെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ഈ ബീഹാറിന് നേരത്തെ പ്രത്യേക പദവി നൽകും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പദവി ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം തന്നെ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബീഹാറിനും ആന്ധ്രയ്ക്കും ഇവിടുത്തെ JDUവും TDPയും 2 പാർട്ടികൾ ചേർന്നാണ് ഈ കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രത്യേക പദവി അനുവദിച്ചില്ലെങ്കിൽ പോലും പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം വളരെ ശക്തമാണ്. ഈ ഒരു സമ്മർദ്ദങ്ങൾക്കിടയിലാണ് നിർമ്മലാ സീതാരാമൻ 7ാമത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്.